തന്നെ. ആമേൻ ആമേൻ. നമ്മുടെ കരം കൊടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of God be glorified. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ സഭായകത്തിനായി നമുക്ക് ഈ ആലയത്തിൽ വരാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. I praise the Lord for it, another opportunity God has given to us come to this sanctuary to worship Him. ഇന്ന് പകൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. We greet you all who are gathered here for the worship service today. വിശേഷാൽ നമ്മുടെ ഡോക്ടർ ടീനയുടെ മാതാപിതാക്കൾ സഹോദര കുടുംബം നമ്മളെ വിസിറ്റ് ചെയ്യുന്നു. നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. Especially we greet our dear sister Tina's parents and her brother visiting us today. അതോടൊപ്പം നമ്മുടെ പ്രിയ ബോബി എസിമോളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സർപ്രൈസ് ചെയ്യാറുണ്ട്. അഗെയിൻ അവൾ നമ്മളെ സർപ്രൈസ് ചെയ്തു. അവരെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നു. നിങ്ങളെ വന്ദനം ചെയ്യുന്നു. And also our dear Bobby and Esimol, they are here and we are happy that you are among us. നമ്മുടെ അനുവിൻ്റെ ഫ്രണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. And our dear friend of Anu is here with us, Shelly. We greet you and welcome you. നിങ്ങളെല്ലാവരെയും കർത്താവ് ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. And may God bless us all together today. ഒരു 40 മിനിറ്റുകൾ നിങ്ങളോട് വചനം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. And I want to bring your attention to the word of God for the next 40 minutes. പ്രാർത്ഥനയോടെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിപ്പാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. If you would travel along with me with the word. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം കുറിവാക്യമായി വായിച്ച് ഒരു തലവാചകം കൊടുത്ത് ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Hebrews chapter 11 verse 16. അതിൻ്റെ മിഡിൽ വേർഡാണ് ഞാൻ ഈ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. I want to share with you the middle word of that. God is not ashamed to be called their God. God is not ashamed to be called their God. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഒരു കുടുംബത്തെ ദേർ എന്ന പദം കൊടുത്തിരിക്കുന്നത് മനസ്സിലായി. ഒന്നിലധികം ആൾക്കാർ അബ്രഹാമിൻ്റെയും ഭാര്യ സാറയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധമ്മ പറയുന്നത്, ഞാൻ അവരുടെ ദൈവമെന്ന് പറയാൻ എനിക്ക് ലജ്ജയൊന്നുമില്ല. So it's not his or hers, but it says I am not ashamed to be called their God. So referring to Abraham and Sarah or to that family. അബ്രഹാമിൻ്റെ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവിൻ്റെ കമൻ്റാണ്, ഞാൻ അവരുടെ ദൈവമെന്ന് പബ്ലിക്കിനോട് പറയാൻ എനിക്ക് ഒരു ലജ്ജയുമില്ല. So this is the Holy Spirit comments about the family of Abraham that God isn't ashamed to be called their God. ദൈവത്തിൽ നിന്ന് പോസിറ്റീവായ കമന്റുകൾ പുകഴ്ചകൾ ലഭിച്ചവർ ബൈബിളിൽ ധാരാളം പേരുണ്ട്. In the Bible we can see many people who were commended positively by God. അപ്പോൾ തന്നെ നെഗറ്റീവായി ദൈവം കമന്റ് ചെയ്ത വ്യക്തിത്വങ്ങളുണ്ട്. And we can see negative comments too. നമുക്ക് നെഗറ്റീവ് കമന്റ്സുകൾ കേൾക്കാനല്ലല്ലോ നമ്മൾ ഇന്ന് പകലിവിടെ കൂടിയത്. So we are not here to listen to the negative comments. പോസിറ്റീവായി പരിശുദ്ധാത്മാ പറഞ്ഞ കമന്റുകൾ കേട്ട് നമ്മൾ അതാകുക എന്നുള്ളതാണ് നമുക്ക് നമ്മളെ കുറിച്ച് കർത്താവ്. So let us be encouraged by someone who is commended positively by God and let us strive to be them. വാഴ്ത്തപ്പെട്ട കർത്താവ് കനാന്യ സ്ത്രീയോട് പറയുന്ന ഒരു കമന്റ് ഉണ്ട്. And there is something that God commended when he was talking about that Canaanite woman. Your faith is great. നിന്റെ വിശ്വാസം വലുതാണ് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. And Jesus told her, woman, your faith is great. അതുപോലെ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ സെഞ്ചുറിയനോട് പറയുന്ന ഒരു കമന്റ് ഉണ്ട്, നിന്റെ വിശ്വാസം പോലെ ഒരു വിശ്വാസം ഞാൻ ഇവിടെ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. And the centurion, this is what Jesus said, I have not seen such a great faith even in Israel. നഥാനിയേലിനെ നോക്കിയിട്ട് യേശുദമ്പുരാൻ ഒരു കമന്റ് പറഞ്ഞു, ഇവനിൽ കാപട്യമില്ല, ഇവൻ ഒരു ട്രൂ ഇസ്രായേലിനാണ് എന്ന് പറയുവാൻ. And Nathanael, Jesus said, you are true Israelite. ദാവീദിനെ നോക്കി പറഞ്ഞു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ഇവൻ. And looking at David, he said, a man after God's own heart. മോശയെ നോക്കി പറഞ്ഞു, ഇവൻ സൗമ്യനായ മനുഷ്യനാണ്. And looking unto Moses, the man who has a gentle spirit. ദൈവം പോസിറ്റീവായി ദൈവജനത്തെ നോക്കി കമന്റ് ചെയ്യാറുണ്ട്. And God does comment on his people positively. നമ്മുടെ ദൈവം നമ്മെ നോക്കി എന്തായിരിക്കും കമന്റ് ചെയ്യാൻ പോകുന്നത്? So looking at us, what would God comment today? ഇവിടെ അബ്രഹാമിനെയും സാറയെ നോക്കി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചൊരു പദമാണ് നമ്മൾ ചിന്തയ്ക്കെടുക്കുന്നത്. So we are looking at what God said about Abraham and Sarah. നിങ്ങൾക്കറിയാം, എബ്രായലേഖനം നമ്മൾ വിശദമായി പഠിച്ച ഒരു പുസ്തകമാണ്. So book of Hebrews is what we have learned in very detail. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ്
ഈ എബ്രാഹിം പരനാമം. അതുകൊണ്ട് ആ ഭാര്യയുടെ ഇഷ്ടമുള്ള അനുസരിച്ച് അങ്ങ് എടുത്തോണ്ടല്ലേ, അതുകൊണ്ടല്ല, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ് ഈ പരനാമ അധ്യായം. And we as a family love the book of Hebrews. എബ്രാഹിം പരനാമ അധ്യായത്തെ വിളിക്കുന്നത് കാൻറ്റർബറി ഓഫ് ദ ബൈബിൾ, ബൈബിളിൻ്റെ കാൻറ്റർബറി അല്ലെങ്കിൽ ബൈബിളിലെ ശവപ്പറമ്പ് എന്നൊക്കെ പറയുന്ന ഒരു അധ്യായമാണ്. So it is called, like a Canterbury of Bible, or the ശവപ്പറമ്പ്, cemetery of the Bible. അപ്പം അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കറിയാം, പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം ഓരോ വാക്യങ്ങളിലും പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിരിക്കുകയാണ്. Because in chapter 11 we can see our forefathers' name written one by one. ഈ എബ്രായ ലേഖനം എഴുതാനുള്ള കാരണം തന്നെ ദൈവമക്കൾ ബാക്ക്സ്ലൈഡ് ചെയ്ത് വിശ്വാസത്തിന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു. So the context of this book is that people were, the Hebrew believers were backsliding. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ ഉത്തമമായ പർപ്പസ് എന്ന് പറയുന്നത്. The writer Paul is trying to bring them back or make them stand firm in the faith. നിങ്ങൾ 10-ാം അധ്യായത്തിലേക്ക് നോക്കിക്കേ, ഒറ്റ പേജ് മറിക്കുമ്പോൾ 10-ാം അധ്യായത്തിലേക്ക് നോക്കിക്കേ. If you would look to chapter 10, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. In chapter verse 22 onwards, he is telling them that let us have a true heart in full assurance of faith. അടുത്ത വാക്യത്തിൽ നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തനാദയുമാണ്. And God who promised you is faithful. ചിലരൊക്കെ ചെയ്യുന്നത് പോലെ കൂട്ടായ്മകളെ അലക്ഷ്യമാക്കി കളയരുത്. And don't neglect the fellowship together. മനഃപൂർവ്വം നിങ്ങൾ പാപം ചെയ്യരുത്. Don't commit sin intentionally. ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. And don't ignore this saving grace. അപ്പോൾ ഇവർ പിന്മാറ്റത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവരെ എന്താണ് വിശ്വാസം എന്ന് പഠിപ്പിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ. And the writer is trying to tell them to stand firm rather than backsliding. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവർ ബാക്ക്സ്ലൈഡ് ചെയ്യാൻ. 3 കാരണം ഞാൻ പഠിപ്പിച്ചിരുന്നു. 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ബാക്ക്സ്ലൈഡ് ചെയ്യാനുള്ള കാരണം At ഉണ്ടാകുന്നത്. least there are 2 major reasons why these Hebrew believers were backsliding. ഒന്ന്, അവിടെ പ്രത്യാശ വിഷയമാകുന്ന യേശുവിന്റെ വരവ് താമസിക്കുന്നു. Number 1, the coming of Jesus was getting delayed. അവരുടെ തലമുറയിൽ യേശു വരുമെന്ന് അവരെ പ്രീച്ചേഴ്സ് പ്രസംഗിച്ചിരുന്നു. So those Hebrew believers believed that Jesus was going to return in their generation. അപ്പോൾ അവർ യേശുവിന്റെ വരവ് കാത്തിരിക്കുകയാണ്. They were waiting for the coming of the Lord. വാഗ്ദത്തം താമസിക്കുന്നു. And Jesus was not coming yet. മാത്രമല്ല അവർ ഒത്തിരി പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. Number 2, they had to suffer a lot of persecution. എന്താ അവർക്ക് സംഭവിച്ച പീഡനം? ആ 10-ാം അധ്യായത്തിന്റെ 32 വാക്യങ്ങൾ നോക്കിക്കേ. Chapter 10 verse 32 onwards, you can see the persecution that they had to face. പീഡകളും കൂത്തുകാഴ്ചകളും ഭവിക്കുകയാണ്. And they were like a made shame in public and many sufferings. 34-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. Verse 34, അവർക്ക് അവരുടെ സ്വത്തുകൾ അപഹാരം ചെയ്യപ്പെട്ടു പോകുന്നു. their properties were plundered. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോവുകയാണ്. And because those things were happening to them, their faith was getting weakened. അവരോട് പറയാണ്, ഇതിനൊക്കെ ഒരു മഹാപ്രതിഫലമുണ്ട്. But Paul was telling them, there is a great reward waiting for you. അത് നിങ്ങൾ തള്ളിക്കളയരുത്. Don't neglect that. വരുവാനുള്ള ദൈവം വേഗത്തിൽ വരും. And the one who want to come would come soon. 38-ാമത്തെ വാക്യം, വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നത്. And it is by faith the righteous live. അപ്പോൾ ഈ വലിയ പ്രബോധനം ഇങ്ങനെ കേട്ടപ്പോൾ, So as the Hebrew believers were listening to this encouragement and exhortation, എഴുത്തുകാരനോട് വായനക്കാർ ചോദിച്ചു, എന്താ നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കും എന്നൊക്കെ പറയുന്നേ. and they were asking, what do you mean by the righteous shall live by faith? അപ്പോൾ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഭക്തന്മാരെ അക്കമിട്ട് എണ്ണമിട്ട് നിരത്തിയിട്ട് പറയുകയാണ്, ഇതാണ് ഫെയ്ത്ത്. So Paul the writer was trying to bring one by one the saints of the Bible to tell how they lived by faith. കഴിഞ്ഞ ആഴ്ച 11:6 നമ്മൾ ഇവിടെ ദേവദാസൻ യബിൻ പങ്കുവെക്കാനിടയായി തന്നു. Now last week we heard from chapter 11 verse 6 about faith. അപ്പം ഈ അധ്യായത്തിൽ കയറുമ്പോൾ ഹാബേൽ തുടങ്ങി മലാക്കി വരെയുള്ള വിശുദ്ധ ഭക്തന്മാരെ ഇങ്ങനെ 1 ആയിട്ട് എഴുതുകയാണ്. So they were writing, the writer was mentioning from the saints from Abel until the last person. ഓരോരുത്തരെയും കുറിച്ച് ഓരോ വാക്യങ്ങളിൽ എഴുതുന്നത്. And they were writing in only 1 verse about each one. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ 12 വാക്യങ്ങളിൽ എഴുതി. But about Abraham, there were 12 verses separated for him itself. ഒരു വാക്കിലൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് തോന്നിയില്ല. Holy Spirit could not like a
finish writing about Abraham in one verse, എന്നിട്ട് തന്റെ ക്വാളിറ്റികൾ എഴുതി വെച്ചിട്ട് പറയുകയാണ്, writing down about Abraham, it says, ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. I have one more thing to say. എനിക്കൊരു കാര്യം പറയണം, ഇവരുടെ ദൈവമാണ് ഞാനെന്ന് അറിയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. And Holy Spirit, intentionally wrote, God is not ashamed to be called their God. നമുക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. We have many friends. നമുക്ക് അടുത്തിടപെടുന്ന നല്ല ഒത്തിരി ആൾക്കാരുണ്ട്. So like people that we close relationship with. അവര് എൻ്റെ ഫ്രണ്ട് ആണെന്ന് നമ്മൾ എടുത്തെടുത്ത് പറയണമെങ്കിൽ, And if we have to tell about them that they are my friends, അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ കാണണം. so they should have some qualities that you could bring them up in the public. ദൈവത്തിന് ലജ്ജ ഉണ്ടാക്കിയ കാര്യം ഒന്നും ഈ അബ്രഹാമും സാറയും ചെയ്തില്ല. So Abraham and Sarah had not committed anything that would make the name of the Lord be ashamed. അതുകൊണ്ടാണ് ദൈവം കോളറൊക്കെ പോക്കിട്ട് പറയുന്നത്, they are my friend, അവരെന്റെ ഫ്രണ്ടാന്ന് പറയുന്നത്. That is why God proudly says they are my friends. ഇന്ന് നമ്മളെ നോക്കി പരിശുദ്ധാത്മാവ് അത് പറയുമോ? Would the Holy Spirit look at us today and call us are his friends? ആൽബനിയിൽ സന്തോഷിന്റെ ഫ്രണ്ടാണ് ഞാനെന്നും ദൈവം ഷെയിമില്ലാതെ പറയാൻ കഴിയുമോ എന്ന് നാം ചിന്തിക്കണം. We have to think whether God will say that I am a friend of Santosh from Albany. നമുക്ക് നോക്കാം ആ വാക്യങ്ങൾ, 8 വാക്യങ്ങളിൽ ഓരോ വാക്യത്തിൽ എന്തുകൊണ്ടാണ് പൗലോസ് ഈ പദം പറയുന്നത്, ദൈവത്തിന്റെ കമന്റ് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്ത് ക്വാളിറ്റിയാണ് അബ്രഹാമിനും സാറയ്ക്കുമുള്ളത്, ഓരോ നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. So from verse 8 onwards, 7 ക്വാളിറ്റീസ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. I at least was able to find out 7 qualities. ഒന്ന് 8ാമത്തെ വാക്യം. 8ാം വാക്യം, അതാണ് ഒരു ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി? Obeyed. ഒബീഡിയൻസ് ഒരു ക്വാളിറ്റിയായി പരിശുദ്ധാത്മായി മനുഷ്യനെ കണ്ടു. So about Abraham, obedience is found as a quality. എല്ലാ അനുഗ്രഹത്തിന്റെ പിന്നിൽ മക്കളെ കേൾക്കുന്നുണ്ടോ? ഒരു അനുസരണമുണ്ട്. So there is an obedience behind any blessing. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗന്നസ തടാകത്തിൽ കർത്താവ് നിൽക്കുമ്പോൾ പത്രോസോട് ഒരു വാക്ക് കർത്താവ് പറയുന്നു. And in Luke chapter 5, like Jesus was telling something to Peter standing beside that river Gennesaret. ഈ പടകൽപ്പം നീക്കാമോ എന്ന് ചോദിച്ചു. And Jesus requested him, can you move this boat a bit? ഉടനെ പത്രോസിന്റെ മറുപടി ഇതാണ്. This is what Peter said. 5:5 ഇങ്ങനെ പറയുന്നു. Chapter 5 verse 5. കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. And he said, Master, we have toiled all the night എനിക്കൊന്നും കിട്ടിയിട്ടില്ല. and have taken nothing. പക്ഷേ നിന്റെ വാക്കിനെ, Nevertheless at your word ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വാക്ക് കൊടുക്കുക, അനുസരിച്ച് ഞാൻ വലയിറക്കാം. and obeying your word I will let down the net. അടുത്ത 6ാമത്തെ വാക്യത്തിൽ Verse 6. ആ അനുസരണത്തിന്റെ പിന്നിൽ ലഭിച്ച അനുഗ്രഹം നമുക്ക് കാണാൻ കഴിയും. You can see the blessing that comes with the obedience that Peter did. ഏതൊരു ഭക്തനും ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, Now if any man had received any blessing from the അതിന്റെ Lord പിന്നിൽ വില കൊടുത്ത് അനുസരിച്ചിട്ടുണ്ട്. and he had obeyed giving a price, ദൈവത്തിന്റെ വിളിക്ക് ആര് അനുസരിച്ചിട്ടുണ്ടോ, whoever obeyed God's call, അവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. God blessed them. അബ്രഹാമിന്റെ ജീവിത ചരിത്രം 12:1 ഉൽപ്പത്തി 12:1 വായിക്കുന്നത്. In Genesis chapter 12 verse 1 is where we start reading about Abraham. 1-2-3 വാക്യങ്ങൾ എങ്ങനെയാണ്? നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പ ദേശത്തേക്ക് പോകാം. And God told Abraham, get out of this country and from your kindred and from your father's house. 4-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. And when it comes to verse 4, 2-3 വാക്യങ്ങൾ പ്രോമിസുകളാണ്. and God was telling him what he is going to receive. അനുസരിച്ചാൽ ലഭിക്കുന്ന പ്രോമിസുകളാണ്. What he would receive if he would obey God. 4-ാം വാക്യത്തിൽ അബ്രഹാം പറയുന്നത്, യഹോവ പറയാണ്, കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അബ്രഹാം ചെയ്തു എന്ന് വായിക്കുവാൻ കഴിയും. So Abraham departed as the Lord had spoken unto him. 22-ാം അധ്യായം എടുത്ത 17 വാക്യങ്ങൾ, chapter 22 verse 17 onwards. അവിടെ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അബ്രഹാം നിൽക്കുകയാണ്. And here Abraham is facing a test. അതിന്റെ ബ്ലെസ്സിംഗ് 17-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, And I will bless you, നിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങളെ പോലെയും and your children would be like the stars in the sky, കടൽക്കരയിലും മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും, and like the sand of the seashore. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും, And your seed shall possess the gate of the enemy. Verse 18, നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്.
And because you have obeyed my voice. ഏതൊരു അനുഗ്രഹത്തിന്റെ പിന്നിലും ദൈവിക അനുസരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. And we need obedience behind any blessing. എന്നാൽ ഓപ്പോസിറ്റ് പറയാം. And the opposite of that is, അനുസരിക്കാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ശാപം വീട്ടിനകത്ത് കയറി വന്നു. and we can see that when people did not obey God, the curse of the Lord came. 1 ശമൂവേൽ 15-ാം അധ്യായം 1 Samuel chapter 15. ഇസ്രായേലിന്റെ ആദ്യ രാജാവാകുന്ന ശൗലിനെ കുറിച്ച് പറഞ്ഞ പദങ്ങൾ. And this is what it talks about Saul, the first king of Israel. ദൈവം പറഞ്ഞ ഒരു വ്യവസ്ഥ പാലിക്കാതെ വന്നപ്പോൾ, And when Saul did not obey the condition of God, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 23-ാം വാക്യം ഒന്ന് വായിച്ചു വിടാമോ? അത് 20. ദൈവം പറയാണ്, നീ എന്റെ വാക്കനുസരിക്കാഞ്ഞു തള്ളിക്കളഞ്ഞതുകൊണ്ട്. God was telling Saul that because you have rejected the word of the Lord, രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും. and I am also rejecting you from being the king. 24-ാം വാക്യം verse 24. നീ നിന്റെ ഫ്രണ്ട്സിനെ, ജനത്തെ, നിന്റെ കൂട്ടുകാരെ, നിന്റെ ഓഡിയൻസിനെ ഭയപ്പെട്ടിട്ട് യഹോവയുടെ വാക്കനുസരിക്കാഞ്ഞു പോയതുകൊണ്ട്. 25-ാം വാക്യം. അടുത്ത വാക്യം. നീണ്ട വർഷങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. So Saul, who was chosen by God to be the king of Israel for years after years after years, പക്ഷേ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ വന്നപ്പോൾ, but because Saul disobeyed or rejected the word of God, ദൈവം തള്ളിക്കളഞ്ഞു. and God rejected him from being the king. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ മറ്റൊരുവനെ, 28-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, ഞാൻ മറ്റൊരുവനെ അതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. And God had chosen another man to replace Saul to be the king. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, the quality that God saw in Abraham's life was, ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറുള്ളവനായിരുന്നു. the man who would obey whatever the Lord had told him. വിടേണ്ടതിനെ വിടാൻ അവൻ തയ്യാറുള്ളവനായിരുന്നു. When God told him to leave something, he did. ഇന്ന് പകൽ ദൈവിക വാക്കുകൾക്ക് അനുസരണമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Even today God desires that his children would be someone who would obey the word of the Lord. രണ്ടാമത്തെ അബ്രഹാമിന്റെ ക്വാളിറ്റി, The second quality of Abraham in chapter Hebrews, 10-ാമത്തെ വാക്യം, chapter 11 verse 10. 10-ാം വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അബ്രഹാമിന്റെ കാത്തിരിപ്പ്, ആന്റിസിപ്പേഷൻ, പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു പട്ടണത്തിന് വേണ്ടിയായിരുന്നു. So Abraham was looking forward for a city that has foundations laid by God. അബ്രഹാം എന്ന വ്യക്തിത്വത്തെ ദൈവം വീക്ഷിക്കുമ്പോൾ, when God observes Abraham, the man named Abraham, അവന്റെ കണ്ണുകൾ, അവന്റെ കാത്തിരിപ്പ് ഭൂമിയിലുള്ളതായിരുന്നില്ല. and he was not looking for something in this earth. ഒന്നാമത് അവന്റെ അനുസരണം, first one is obedience. രണ്ടാമത് അവന്റെ പ്രതീക്ഷ മുഴുവൻ ഭൂമിയിലുള്ളതായിരുന്നില്ല, ദൈവം അവന് വേണ്ടി നിർമ്മിക്കുന്ന പട്ടണമായിരുന്നു അവന്റെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. Number 2, his hope was in something, that was in this world, but for something that God was making for him. 13-ാമത്തെ വാക്യം, മൂന്നാമത്തെ ക്വാളിറ്റി, verse 13, we can see the third quality. വീട്ടിനകത്ത് തലമുറയോട് ചേർന്ന് ആ മനുഷ്യന്റെ ഏറ്റുപറച്ചിൽ, കൺഫെഷൻ ഇതായിരുന്നു. എന്താ? എ സ്ട്രേഞ്ചർ ഇൻ എ ഫോറിൻ ലാൻഡ്, ഞാൻ ഇവിടെ പരദേശിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. And he was confessing that he is a stranger in this foreign land. ദൈവം ആ മനുഷ്യനെ വീക്ഷിക്കുകയാണ്. And God was looking at this man. അബ്രഹാമിനെ നോക്കുമ്പോൾ, when he looks at ആ Abraham, വീട്ടിൽ നിന്ന് ഉയർന്ന ശബ്ദം എന്നറിയാമോ? you know what was the sound that was coming from that house? ഞങ്ങൾ ഇവിടെ പരദേശികളാണ്. And they kept saying that we are strangers here. വീട്ടിനകത്ത് ഈ ഉയരുന്നത്
ഇസഹാക്കും യാക്കോബും കേട്ടു. And Isaac and Jacob listened to what their father was telling. കാലങ്ങൾ മുന്നോട്ട് പോയി. As time passed, ഫറവോന്റെ മുമ്പിൽ പോയി യാക്കോബ് നിൽക്കുകയാ. and Jacob now is standing in front of Pharaoh. ഉൽപ്പത്തി 47 9-ാമത്തെ വാക്യത്തിൽ In Genesis chapter 47 verse ഫറവോൻ 9. ചോദിച്ചു യാക്കോബിനോട്, യാക്കോബേ നിനക്ക് എത്ര വയസ്സായി? And this is what Pharaoh asked Jacob, how old are you? സാധാരണ വരുന്ന പദം പോലെ യാക്കോബ് പറയുകയാണ്, എന്റെ പരദേശ പ്രയാണകാലം 130 സംവത്സരം. And as something very commonly said, as a usual thing, this is what Jacob said in Genesis chapter 47, that my temporary time in this world has reached 147. യാക്കോബേ നിനക്ക് എവിടുന്നാ ഈ പരദേശ പ്രയാണകാലം എന്ന വാക്ക് കിട്ടിയത്? And if you would ask, where did he find that word, that my pilgrimage? എന്നും എന്റെ അപ്പനും വല്ലിപ്പനും എന്റെ കൂടാരത്തിൽ വിളിച്ചു പറയുന്ന ഒരു പദമുണ്ടായിരുന്നു, ഞങ്ങൾ ഈ ഭൂമിയിൽ പരദേശികളാണ്. And this is what my father and my grandfather used to say, that we are pilgrims in this land. ദൈവം അബ്രഹാമിനെ വീക്ഷിക്കുമ്പോൾ And when God was looking at Abraham, ഇവരുടെ സുഹൃത്താണെന്ന് പറയാൻ ലജ്ജിക്കാത്ത കാരണം എന്തെന്നറിയാമോ? the reason why God was not ashamed to be called ഇവന്റെ their God. കാത്തിരിപ്പും ഏറ്റുപറച്ചിലും അങ്ങേ കരയെ കുറിച്ചായിരുന്നു. And their confession and their waiting was for a foreign land. സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളാ. So let me remind you that, my brothers and sisters, we are pilgrims. ആവർത്തിച്ച് ഞങ്ങളെ ഓർപ്പിക്കുന്ന പദമാണിത്. Now this is something that we have to confess every day, that we are pilgrims in this foreign നമ്മൾ land. ഫോറിൻ ലാൻഡിലാണ് താമസിക്കുന്നത്. We are living in a foreign land. എത്ര നാൾ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. We don't know how many years we are in പ്രവാസം here. കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പോകേണ്ടവരാ നമ്മൾ. After the pilgrimage, we have to return to our ഇത് നമ്മുടെ homeland. തലമുറയോടൊന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. We have to keep reminding our നമ്മുടെ children. കൂടാരത്തിൽ മുഴങ്ങേണ്ട ശബ്ദം ഇതാണ്, This is what that should ഞങ്ങൾ ഇവിടെ പരദേശികളാണ്. We are pilgrims here. എന്റെ തലമുറയോട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഞങ്ങൾ ഇവിടെ പരദേശികളാണ് എന്ന ശബ്ദം ഈ നമ്മുടെ കൂടാരത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. To our children, we have to keep reminding them that this is not a permanent place for us, but we are pilgrims and we have to return home after the pilgrimage. ഒരു ബസ് യാത്രികയായ സ്ത്രീയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. No, you all have heard the story of this lady traveling in a bus. വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികർ സമ്മർദ്ദം ചെലുത്തി അതിനെ തട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. So it was so rush in the bus, that she was traveling in. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ പറയുന്നുണ്ട്, എന്തിനാ ഈ സഹോദരി ഇങ്ങനെ ഇടിക്കുന്നത്? So people were saying that, why she's being pushed like this. അപ്പോൾ ആ സഹോദരി പെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് മാറി നിന്നു. So because of the rush, she stood up and stand on a side. ആ സഹോദരി പറഞ്ഞൊരു പദമുണ്ട്. And this is what she said. നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളവരല്ലേ? I am going to get down in the next stop. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടെങ്കിൽ, So if we have that, a confirmation in our heart. കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോപ്പിൽ ഒരു വ്യക്തി ഇറങ്ങിപ്പോയി. Someone, got down last week. നമുക്ക് പരിചയമുള്ളവരൊക്കെ വഴി യാത്ര ഇറങ്ങി പോകുന്നുണ്ട്. So our friends and relatives are getting down from time to time. നമ്മുടെ സ്റ്റോപ്പ് ഏറ്റവും വേഗത്തിൽ വരാം. And our stop might, reach so fast. every day നമ്മൾ പറയണം, Every day we have to remind ഞങ്ങൾ ourselves, പരദേശികളാണ്. yes, we are pilgrims. അതുകൊണ്ടല്ലേ മേരി തോട്ടം എന്ന് പറയുന്ന പ്രശസ്തിയായ സിസ്റ്റർ മേരി ജോൺ തോട്ടം എഴുതിയത്, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിയണം. വിസമ്മതങ്ങളൊന്നുമേ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ത്യജിച്ചു കളയണം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഈ മക്കളോട് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ ഒരു ഫോറിൻ ലാൻഡിലാണ്. നമ്മുടെ വീക്ഷണം അതാണെങ്കിൽ, അത് ഏറ്റുപറയുന്നെങ്കിൽ, നമ്മെ നോക്കി കർത്താവ് ഇങ്ങനെ പറയും, അവന്റെ ദൈവമാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. So if we our focus is on something that we have to receive after this pilgrim life, God will look at us and say that I am not ashamed to be called their God. 8-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന്റെ ക്വാളിറ്റി അനുസരണം നമ്മൾ കണ്ടു. And verse 8 we see that Abraham was obedient. 10-ാമത്തെ വാക്യത്തിൽ അടുത്ത ക്വാളിറ്റി കണ്ടു, തന്റെ പ്രതീക്ഷ, തന്റെ കാത്തിരിപ്പ് In എന്താണെന്ന്. chapter 10 we saw he was looking forward for what. 13-ാമത്തെ വാക്യത്തിൽ തന്റെ ഏറ്റുപറച്ചിൽ എന്താണെന്ന് നമ്മൾ കണ്ടു. And we see what he was acknowledging and confessing. 11-12 വാക്യങ്ങളൊന്ന് വായിക്കൂ. Verse 11 and 12. ആ കുടുംബത്തിന്റെ വിശ്വാസത്തെ നമ്മൾ കാണുവാൻ കഴിയും. We can see the faith of that family. അവിടെ ഭാര്യ സാറയുടെ വിശ്വാസത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. And we can see that the faith of Sarah is commended ആ there. കുടുംബത്തിന്റെ വിശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയും. We can see that the faith of a family. വായിക്കാമോ 2 വാക്യങ്ങൾ?
അതുകൊണ്ട് ഒരുവന് മൃഗപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സമൃദ്ധി ജനിച്ചു. അവരുടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന റോമാലേഖനം 4-ാം അധ്യായത്തിലാണ്. In Romans chapter 4, we can see that this faith is more explained or elaborated in Romans chapter 4. 4:17-22 വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. We can see, what are the importance or peculiarities of faith of Abraham. അവിടെ മാത്രം പറഞ്ഞൊരു പദമുണ്ട്, ഇൻ ഹോപ്പ് അഗൈൻസ്റ്റ് ഹോപ്പ് he believed. അവൻ ആശയ്ക്ക് വിപരീതമായ ആശയോടെ വിശ്വസിച്ചു. So he was believing in hope against hope. എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വത്തിലേക്ക് കാലുകൾ എടുത്തു വെക്കുകയാണ് യഥാർത്ഥ ഫെയ്ത്ത് എന്ന് പറയുന്നത്. So faith is actually stepping forward to uncertainty. മുമ്പിൽ എന്താന്ന് കാണാതെ അറിയാതെ കാലെടുത്ത് വെക്കുകയാണ്. Without knowing what is ahead of you, you are stepping forward. അവിടെ മനുഷ്യൻ പറയുന്ന വാക്യം 4-ാം അധ്യായം എടുത്ത യോബ് 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 18 verse 18 റോമലേഖനം 4:18. ആക്ച്വലി എന്താണ് ആശ എന്ന് പറയുന്നത്? So what is this hope? ആശ എന്ന് പറയുന്നത് കുഞ്ഞുണ്ടാകില്ല. So the real hope there is that they by no chance they can have children. കാരണം അതിന്റെ മേളിൽ പറയുന്നു അവരുടെ ശരീരം രണ്ടും നിർജീവമായി പോയി. Because their bodies were like a dead. നിർജീവമായി പോയ ശരീരത്തിൽ നിന്ന് ഒരാശയേ ഉള്ളൂ, കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. So from the condition of the body, the only hope is that no more children. ആശയ്ക്ക് വിപരീതമായി വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, but when they believed against hope, it means സാധ്യതയില്ലാത്തടത്ത് സാധ്യത ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. No, they believe that even though it is impossibilities, there is some possibilities. സാഹചര്യങ്ങളെ നോക്കിയാൽ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. If you look at your circumstances, no hope. സാഹചര്യം നോക്കിയാൽ ഒരു ദൈവപ്രവൃത്തിയും കാണാൻ പറ്റത്തില്ല. No work of God can be manifested if you look at പക്ഷേ അബ്രഹാമിന്റെ faith എന്നറിയാമോ? But the faith of Abraham, അനിശ്ചിതത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു. he was stepping forward to uncertainty. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, if you are waiting to receive anything from God, ഭൗതികത്തിലാകട്ടെ ആത്മീകത്തിലാകട്ടെ, let it be spiritual or physical, സാഹചര്യങ്ങൾക്ക് അപ്പുറമായി വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണാനിടയായി തീരും. Hallelujah, praise the Lord, hallelujah. ഹല്ലേലൂയ. Amen. ഒരു പിടി വാഗ്ദത്തം അബ്രഹാമിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. Abraham had a bunch of promises in his hand. അതിതാണ് ബഹുജാതികൾക്ക് ഞാൻ അപ്പനാകും. And this is the promise that you will be father to a nation. ആ വാഗ്ദത്തം കേൾക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ അപ്പനല്ല, പിതാവല്ല. He is not even the father of a single child at that time. 99 വയസ്സായി. He is 99 years. തന്റെ ശരീരവും തന്റെ ഭാര്യ ശരീരവും നിർജീവമായി പോയി മരിച്ചുകൊണ്ടിരിക്കുന്നതിന്, and he knows that his body and the organs of his wife's body are dead. ആ സാഹചര്യത്തിൽ അബ്രഹാമിനോട് നമ്മൾ ചോദിച്ചേ, and if you would ask Abraham in that circumstance, താങ്കൾ എന്തിനാ കാത്തിരിക്കുന്നത്? what are you waiting for, Abraham? തനിക്ക് എത്ര വയസ്സുണ്ട്? how old are you, Abraham? തന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? what is the condition of your തന്റെ body? സാഹചര്യം എന്താണ്? what is your circumstance? അതൊക്കെയാണ് സത്യം സമ്മതിക്കുന്നു. പക്ഷേ ഒന്ന് ഞാൻ അറിയുന്നു, എന്നോട് വാഗ്ദത്തം ദൈവം ഇന്ന് മരിക്കാത്തത് കൊണ്ട് ഞാൻ അതിന്റെ മറുപടി കാണാനിടയായി തീരും. Amen, hallelujah, praise the Lord. Praise God. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ യാത്രകളിൽ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. maybe you have promises in your life's journey. അതിനെതിരെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. No, and the things might be happening against it. അബ്രഹാമിനെ പോലെ ക്ഷീണിക്കാത്ത ഒരു ഫെയ്ത്ത് ഉണ്ടാകട്ടെ. But do we have an unwavering faith like Abraham? അബ്രഹാമിനെ പോലെ സംശയിക്കാത്ത ഒരു ഫെയ്ത്ത് ഉണ്ടാകട്ടെ. A faith, that undoubting like Abraham. മരിച്ചവരെ ജീവിപ്പിക്കുമെന്നൊരു ഫെയ്ത്ത് ഉണ്ടാകട്ടെ. Do we have a faith that the dead shall be raised? ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിയുമെന്നുള്ള ഫെയ്ത്ത് ഉണ്ടാകട്ടെ. Something that can be called out of nothing. ഒരു സാധ്യത നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. You may not see any possibility. സാധ്യതകളെ കാണാത്തപ്പോഴും കാലെടുത്തു വെക്കാൻ തയ്യാറുള്ളപ്പോഴോ നീ ദൈവത്തിന്റെ ഫ്രണ്ട് എന്ന് പറയാ ദൈവം ലജ്ജിക്കാത്തത്. And God will not be ashamed to be called your God when you are able to step into uncertainties believing who God is. ഇന്ന് പകൽ എന്റെ കൂടെ കർത്താവെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. Hallelujah. സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഇന്ന് പകൽ പറ, ആശയ്ക്ക് വിപരീതമായി ആശയോടെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുകയോ. Amen, amen, hallelujah, 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 ഹല്ലേലൂയ, amen. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ വിശ്വാസത്തോട് ചേർന്ന് സാറയും വിശ്വസിച്ചു. And along with Abraham, Sarah also believed. സാറയെ കുറിച്ച് അവിടെ നമ്മൾ വായിച്ച വാക്യം എന്താണ്? And what we read about Sarah there is, സാറയെ കുറിച്ച് പറഞ്ഞ പദങ്ങൾ ഇതാണ്: സാറ വാഗ്ദത്തം ചെയ്തവൻ
വിശ്വസ്തനെന്ന് ഷീ കൺസിഡേർഡ്, അവള് എണ്ണി. ഇന്ന് പകൽ പറയാൻ പറ്റുമോ, എന്റെ ദൈവം വാക്ക് പറഞ്ഞ മാറാത്ത ദൈവമാണ്. എന്റെ ദൈവം ഇന്നലെയും ഇന്നും അനന്യനായ ദൈവമാണ്. എന്റെ ദൈവത്തിന് മാറ്റമില്ല. എന്റെ ശരീരത്തിന് മാറ്റം വന്നിട്ടുണ്ട്, കാലങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, എണ്ണത്തിന് മാറ്റം വന്നിട്ടുണ്ട്, സാമ്പത്തിക നിലവാരത്തിന് മാറ്റം വന്നിട്ടുണ്ട്, കാലങ്ങൾക്ക് മാറ്റം വന്നെന്ന് എന്റെ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന് ഇന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? Amen. Hallelujah. 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 സാറയുടെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് ദൈവം വീക്ഷിക്കുമ്പോൾ, And when God is looking at Sarah and Abraham's household, അസാധാരണ ഒരു ഫെയ്ത്ത് ആ കുടുംബത്തിൽ നിന്ന് കാണുന്നു. God could see, like a uncomparable faith from that family. അപ്പോഴാ ദൈവം പറയുന്നേ, That is when God says, അവന്റെ ദൈവം എന്ന് പറയാൻ എനിക്ക് ലജ്ജയില്ല. I'm not ashamed to be called their God. രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Two important things before I conclude. ഒന്ന്, അബ്രഹാമിന്റെ അനുസരണം. Number one, obedience of Abraham. രണ്ട്, അബ്രഹാമിന്റെ കാത്തിരിപ്പ്. Number two, his waiting. മൂന്ന്, അബ്രഹാമിന്റെ ഏറ്റുപറച്ചിൽ. Number three, his acknowledgement and confession. നാല്, അബ്രഹാമിന്റെ വിശ്വാസം. Number four, Abraham's faith. 14-ാമത്തെ വാക്യം. 14-ാം വാക്യം. ഇങ്ങനെ പറയുന്നവർ ഒരു ദുർദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. ആ മനുഷ്യ അവന്റെ അന്വേഷണങ്ങൾ, കാത്തിരിപ്പും ഏറ്റുപറച്ചിലും വിശ്വാസവും അനുസരണമൊക്കെ കഴിയുമ്പോൾ എവറി ഡേ ഹി സീക്കിംഗ് സംതിങ് ന്യൂ. So he was seeking for something special every day. എന്താ അത് അന്വേഷിക്കുന്നേ? So what was he seeking for? എൻ്റെ അപ്പന്റെ വീട്ടിൽ പോകണം. He was looking for, his father's house. ഈ വീട്ടിലേക്ക് ദൈവത്തിന്റെ കണ്ണു പതിക്കുകയാണ്. And God is looking at this tent of Abraham. അബ്രഹാമിന്റെ വീട്ടിലേക്ക് താൻ വീക്ഷിക്കുമ്പോൾ, And when God observes that family, അബ്രഹാമിന്റെ കൂടാരത്തിൽ അവരുടെ എല്ലാവരെയും അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രതിദേശം അവർ so അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. they were looking for, the whole family is looking for their father's house. കൊലോസ്യർ 3:1 ഇങ്ങനെ പറയുന്നു, Colossians chapter 3 verse 1 we read, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. and seeks that something above. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. Seek something which is above. Set your eyes upon him. അവന്റെ മേൽ കണ്ണുകൾ നടുക. Set your eyes on God. മുകളിലുള്ളതിനെ അന്വേഷിപ്പാൻ ദൈവമക്കളെ ഇന്ന് പകൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. So look for things which are above. നിങ്ങൾ ഭൂമി ജീവിക്കുന്നവരായിരിക്കാം. You might be living in this world. ധാരാളം ഭാരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. You might have a lot of problems. പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ച് നിന്റെ അന്വേഷണവും നിന്റെ ചിന്തയും ഉയരത്തിലുള്ളതാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. But God is expecting that for a child of God, they would seek that are above. ആറാമത്തത് 15-ാമത്തെ വാക്യം. The sixth thing that is special about Abraham is, അവരെ വിട്ടുപോകുന്നതിനെ പിന്മാറ്റം അവരെ ഉള്ളിൽ വന്നില്ല. so it says that if they were thinking about the land that they had gone out, they would have had the opportunity to return. So the specialty of them is that they are not backsliders. They were not thinking about what they had left behind. അബ്രഹാം വിട്ടുപോകുന്ന വീടൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. If you can think about the family or the household that Abraham had left. ബാക്ക്സ്ലൈഡിലേക്ക് പോകാൻ നിൽക്കുന്ന ഇനത്തോടായി പറയുന്നത്. So Paul is actually encouraging the people who are about to backslide. ഞാനും ഒന്ന് വിട്ടിറങ്ങി വന്നതാ. And he also left something. എനിക്ക് ധനാഢ്യനായ അപ്പനുണ്ടായിരുന്നു. Now Paul had a rich father. ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്നു. He had a business. നല്ല സെറ്റപ്പിലാണ് ഞാൻ ജീവിച്ചത്. He had a high setup. എനിക്ക് എൻ്റെ അപ്പന്റെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ. So he had the idols made by his father. അതിനൊക്കെ ആരാധിക്കാമായിരുന്നു. He could have ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയപ്പോൾ, but when he saw the glory of ഞാൻ God, ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പഴയതിനെ ഓർത്തില്ല. he did not think about what he had left behind. പിതാക്കന്മാർ ഉപേക്ഷിച്ചതിനെ ചേർത്ത് പിടിക്കുന്ന സമൂഹമായി മാറി നമ്മൾ. So our community is now going back to what was left by our forefathers. പിതാക്കന്മാർ വേണ്ടാന്ന് വെച്ചതിനെ നമ്മൾ ആലിംഗനം ചെയ്യാൻ തുടങ്ങി. Now we are now trying to embrace what was left by our നമ്മുടെ forefathers. സമൂഹത്തിന്റെ മൂല്യച്യുതി ചെവി തുറന്ന് കേൾക്കുക. പിതാക്കന്മാർ വേണ്ടെന്ന് വെച്ചതിനെ ഓർത്തു മടങ്ങിപ്പോയി നമ്മൾ. So we are now thinking about what was left by our forefathers and trying to go back to those traditions. അബ്രഹാം പറയാണ്, But Abraham says, ഞാൻ പഴയത് ഓർത്തില്ല. no, Abraham was not someone who would go back to what had left ഈ behind. ജീവിതയാത്രയിൽ ഒത്തിരി ശോധനയെ കൂടെ കടന്നു പോകേണ്ടി വന്നു. No, he had to go through several trials. പരീക്ഷകൾ, ദൈവത്തിന്റെ പരീക്ഷകളിലൂടെ കടന്നു He പോകേണ്ടി had to വന്നു. go through tests by God. അവിടെ ഒന്നും അബ്രഹാം എന്ത് ചെയ്തില്ല?
പഴയതിനെ ഓർത്തില്ല. But Abraham did not think about what he had left behind. പഴയത് ഓർക്കാതെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ ഫോളോ ചെയ്തവനെ നോക്കി പറയുക, ഞാൻ ഇവന്റെ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന എനിക്ക് ലജ്ജയില്ല. Looking at that Abraham who would not go back to what was left behind, God says, I'm not ashamed to be called his God, their God. ഒരിക്കൽ യോശുവ തന്റെ ഫെയർവെൽ മീറ്റിംഗിൽ ഒരു പ്രസംഗം നടത്തുകയാണ്. Joshua was doing a farewell sermon. അതിനകത്ത് താൻ ഇങ്ങനെ പറയുന്നു, This is what Joshua said. പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, Keeping bringing all the leaders there. മോശയുടെ കാലം മുതൽ ഇറങ്ങിക്കൊണ്ടുവന്ന കഥ താൻ പ്രസംഗിക്കാൻ തുടങ്ങി. He preached, started preaching about what had happened from the time of Moses. എന്നിട്ട് അവസാനം യോശുവ ഇങ്ങനെ ഒരു പദം പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. This is what Joshua said. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കാൻ പോകാം. You can choose today whom you would serve. പക്ഷെ ഞാനും എന്റെ കുടുംബവും But for me and my household, ഞങ്ങൾ യഹോവയെ സേവിക്കും. we will serve the Lord. പഴയതിനെ ഓർക്കാൻ തുടങ്ങിയാൽ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളെ. There is a chance that we might go back if you think about what you left behind. ഇതിനെ ഈ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ അപമാനങ്ങൾ സഹിക്കേണ്ടതുണ്ടായിരിക്കാം നിങ്ങൾ. Maybe you are suffering because of this path. പരിശോധനകൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. Maybe you are going through some tests and രോഗങ്ങളും trials. പ്രതികൂലം നിങ്ങൾക്കുണ്ടായിരിക്കാം. Maybe you are going through bodily sickness. പക്ഷെ നിങ്ങളുടെ അന്വേഷണം മറ്റൊന്നാകട്ടെ. But let our seeking be for the things which are നിങ്ങളുടെ കണ്ണ് above. മറ്റൊരു പർവ്വതങ്ങളിലേക്കാകട്ടെ. Let our eyes be like set on നിങ്ങളുടെ something ചിന്ത high. ആ രാജ്യത്തെ കുറിച്ചാകട്ടെ. Let our thoughts be about something അതിനെ above. കുറിച്ച് ഓർക്കാനുണ്ടെങ്കിൽ If you have something to think about, പഴയതോർക്കാൻ സമയം കാണത്തില്ല. you won't have time to think about the past. നിങ്ങളുടെ ചിന്ത മുഴുവൻ ആ പട്ടണത്തെ കുറിച്ചാണെങ്കിൽ If our thoughts are about the city, പഴയതിനെ കുറിച്ച് ഓർക്കാൻ സമയമുണ്ടാകില്ല. you won't have time to think about the past. പഴയതിനെ കുറിച്ച് ഓർക്കാതെ പിതൃഭവനം അന്വേഷിക്കുന്ന, ബെറ്റർ പ്ലേസ് അന്വേഷിക്കുന്ന ഈ ഭക്തനെ നോക്കി ദൈവം പറയുന്നു, ഞാൻ ഇവന്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. If you are leading a pilgrim life looking for a homeland, God will look at you and say that I am not ashamed to be called their God. അടുക്കിട്ട് പറഞ്ഞു വന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ Verse 16 it says, അവസാന 7-ാമത്തെ ഒരു കാര്യം കൂടെ താൻ പറയുന്നു. he says the last thing. അവരോ ഒരു ബെറ്റർ പ്ലേസ്, ബെറ്റർ കൺട്രി, അവരുടെ ഡിസയർ മുഴുവൻ അതായിരുന്നു. ഒരു ഹെവൻലി പ്ലേസ്, ബെറ്റർ പ്ലേസ്. അവരുടെ ഡിസയർ, അവരുടെ പാഷൻ, അവരുടെ അഫെക്ഷൻ, അവരുടെ പ്രയോറിറ്റി ആ ബെറ്റർ പ്ലേസിനെ നോക്കി പാർക്കുകയായിരുന്നു. And they were looking for a better place. ഇനി നിങ്ങൾ ആ കുടുംബത്തിലേക്ക് നോക്കിക്കോ. And if you would look again to that family, ദൈവത്തിന്റെ കണ്ണിൽ ആ ഭവനത്തിലേക്ക് നോക്കിക്കേ. like how God was looking at that family, can we look at that family from what God was looking at? ദൈവം വിളിച്ചപ്പോൾ When God called, മറു ചോദ്യമില്ലാതെ അനുസരിക്കുന്ന ഒരു ഭക്തൻ, without a back answer, someone who would obey God. ആ വീട്ടിനകത്ത് നോക്കിക്കേ, തൻ്റെ കാത്തിരിപ്പ് മുഴുവൻ ദൈവം ശില്പിയാ നിർമ്മിക്കുന്ന ആ പട്ടണത്തിന് വേണ്ടി. And someone who is looking forward for a city that is founded by God. ആ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നോക്കിക്കേ. And look at their family prayer. മക്കൾ കൊച്ചുമക്കളോട് ചേർന്ന് കൺഫെഷൻ ഏറ്റുപറയുകയാണ്. And they are confessing in the family prayer along with the children and grandchildren. എന്താ പറയുന്നേ? And what are they confessing and acknowledging? മക്കളെ, നമ്മൾ ഇവിടുത്തുള്ളവരല്ല. We don't belong here, children. ആ വീട്ടിലേക്ക് ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ നോക്കിക്കേ. And look at that family with God's eyes. സാധ്യതകളില്ലാത്ത സ്ഥാനത്ത് വിശ്വസിക്കുന്ന ഒരു കുടുംബം. A family who would believe when there is no opportunities, no ദൈവത്തിന്റെ കണ്ണിൽ circumstances. നിന്നുകൊണ്ട്, ദൈവത്തിന്റെ ഷൂവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലേക്ക് നോക്കിക്കേ. Looking from God's eyes to that family. ആ പിതാവിന്റെ അന്വേഷണം മുഴുവൻ ഹെവൻലി കാര്യങ്ങൾക്ക് വേണ്ടി. That father is seeking for something which are high. ആ പിതാവിന്റെ വീട്ടിലേക്ക് നോക്കിക്കേ. And look at that family. പഴയതോർക്കാൻ തനിക്ക് സമയമില്ല. A father who does not remember what he had left behind for പിന്മാറ്റത്തിൽ God. ലെവലേശം വീട്ടിലകത്തില്ല. I know no chance to backslide. പിന്നെ ആ മനുഷ്യന്റെ പ്രയോറിറ്റി എന്താ? And what is his priority? തന്റെ സന്തോഷം എന്തിലാ? What is his joy? ആ ബെറ്റർ പ്ലേസ് കാണണമെന്നുള്ളതാണ്. He is looking forward for a better country. ദൈവമല്ല, മനുഷ്യൻ ആ വീട്ടിലേക്ക് നോക്കിയാൽ, If man is looking at that family, നമ്മൾ ആരെങ്കിലും ആ വീട്ടിലേക്ക് നോക്കിയാൽ, if you or me would look at that family with നമ്മൾ our അറിയാതെ eyes, കമന്റ് ചെയ്യും, we would also comment. എന്റെ ഫ്രണ്ടാണ് അബ്രഹാം എന്ന്. We will be so proud to call Abraham our friend too. ദൈവം പറയുന്ന കമന്റ് കേട്ടോണേ. Look at what God commended. അവന്റെ ദൈവം എന്നറിയപ്പെടാൻ എനിക്കൊരു നാണവുമില്ല. I'm not ashamed to be called their God. എന്ന് പകൽ പരിശുദ്ധാത്മ നമ്മോട് പറയുന്നു. Today Holy Spirit is encouraging us. നമ്മുടെ ദൈവം നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ, When God looks at our families, നമ്മുടെ ഒബീഡിയൻസ് എങ്ങനെയുണ്ട്? how is our obedience?
നമ്മുടെ കാത്തിരിപ്പ് എന്തിനെ കുറിച്ചാ? What is our waiting for? നമ്മുടെ തലമുറയോട് ഡെയിലി നമ്മൾ എന്താ പറയുന്നത്? What are we making our children believe every day? നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയുണ്ട്? How deep is our faith in God today? ഡെയിലി നമ്മൾ എന്താ സീക്ക് ചെയ്യുന്നേ? What are we seeking on a daily basis? നമ്മൾ പഴയത് തിരിഞ്ഞെടുത്തില്ലേ പലതും? Have we gone back to something that is from the past? പഴയത് പലതും ഓർത്ത് തിരിച്ചെടുത്തില്ലേ? Have we gone back and picked up what was left behind before? പലതിനെ ഒന്ന് വിട്ടുകളയാൻ നമ്മൾ തയ്യാറായി കാണിച്ചിട്ടുണ്ടോ? Are we ready to leave behind നമ്മുടെ those പ്രയോറിറ്റി things? ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ്. Are we looking are we giving priority to something which is better? ഒരു നിമിഷം നിങ്ങളുടെ തലകളെ മണക്കിക്കുക. Would you close our eyes with me? ഒരാവേശമുള്ള പ്രസംഗമൊന്നും ആയിരിക്കില്ല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഒരു ഭവനത്തിലേക്ക് ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുക, ദൈവം നോക്കുക. No, what we are doing today is looking at Abraham's family with God's eyes. മനുഷ്യന്റെ കമന്റുകൾ നമുക്ക് വേണ്ട. No, we are not looking to be commended by man, ദൈവത്തിന്റെ ഒരു കമന്റ് നമ്മുടെ കുടുംബത്തെ നോക്കി but to be commended by God. എന്റെ ഭക്തന്റെ അന്വേഷണം, The seeking of my child എന്റെ is, ഭക്തന്റെ കാത്തിരിപ്പ്, the waiting of my child എന്റെ is, ഭക്തന്റെ പ്രയോറിറ്റി, and the priority of my child, എന്റെ ഭക്തന്റെ ആനന്ദം മുഴുവൻ എന്തിലാ? and the joy and waiting of our saint is. കർത്താവ് നിങ്ങളെ നോക്കി, നമ്മളെ നോക്കി, നമ്മുടെ ഭവനത്തെ നോക്കിയിട്ട് ഈ കമന്റ് പറയാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Would we pray to God that God, would you comment that about my family today? കർത്താവേ, അങ്ങയുടെ ഫ്രണ്ടാണെന്ന് എന്നെക്കുറിച്ചൊന്ന് പറയാൻ, നിനക്ക് ലജ്ജയില്ലാതെ എന്നെ കൂടെ നിർത്താൻ എന്ത് ക്വാളിറ്റിയാണ് കർത്താവേ എന്നിൽ കാണുന്നത്? Lord, what quality do I possess that you would tell that you are not ashamed to be my God? സാധാരണ ഒരു മനുഷ്യരെ പോലെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരാണോ നമ്മൾ, അതോ ഒരു ക്വാളിറ്റിയുള്ള ക്രിസ്ത്യൻ ലൈഫ് നയിക്കുന്നവരാണോ? Are we leading a quality Christian life? ദൈവം നമ്മളെ നോക്കി ഷെയിം ആകുന്നോ അഷെയിംഡ് ആകുന്നോ? No, or is God getting ashamed because of us? ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ വീക്ഷിക്കും. Tonight in our family prayer, God will look to our family. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ദൈവം വീക്ഷിക്കുന്നു. God will look to your personal life. നിങ്ങളുടെ വിശ്വാസ യാത്രയെ ദൈവം വീക്ഷിക്കുന്നു. God will look at your faith journey. കർത്താവ് വീക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ കമന്റ് നമ്മളിലേക്ക് വരട്ടെ. Let that be pleasing to God so that He would comment on us. അവൻ്റെ ദൈവമെന്ന് പറയാൻ എനിക്കൊരു ലക്ഷ്യമില്ല. That I'm not ashamed to be called His God, her God. ഈ ഭക്തന്റെ കാത്തിരിപ്പ് കണ്ടോ? See that this man of God waiting for. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തൻ. A man who would wait for a city that is that's the foundation is laid by God. അബ്രഹാമേ, താങ്കൾ എന്താ ഈ കൂടാരങ്ങൾ മാറ്റി മാറ്റി അടിക്കുന്നത്? Abraham, why do you keep moving your tents? താനെന്താ നല്ല ബിൽഡിംഗ് പണിത് പൊക്കാത്തത്? Why don't you build a permanent one? അബ്രഹാം പറയും, എൻ്റെ ടെന്റ് എനിക്ക് എപ്പോഴും ഇളക്കി മാറ്റണം. Abraham would say that my tent must be ready to be moved at any time. കാരണം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരു ഭവനം പണിയുന്നുണ്ട്. Because there is a homeland that is being built for me. അത് എൻ്റെ ദൈവത്തിന്റെ കരത്താൽ അടിസ്ഥാനമിട്ട പട്ടണമാണ്. That foundation is laid by my God. സ്നേഹിതാ, നിന്റെ കാത്തിരിപ്പ് എന്തിനെ കുറിച്ചാ? Brother, what is your waiting for? നിന്റെ ചിന്തകൾ എന്തിനെ കുറിച്ചാ? What are you seeking for? നിന്റെ അന്വേഷണം എന്തിനെ കുറിച്ചാ? What are you seeking today? ഇന്ന് പകൽ നിന്റെ അന്വേഷണം ഒന്ന് മാറ്റ ബെറ്റർ പ്ലേസിലെ കുറിച്ചാകട്ടെ. Amen, amen, hallelujah. ചുടാലമാനവ ശമനാദന ഹർത്തരാദന. എനിക്ക് ആനന്ദമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രയോറിറ്റി മുഴുവൻ ആ ഭവനത്തെക്കുറിച്ചുള്ള പ്രയോറിറ്റിയാണ്. ഇന്ന് പകൽ സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വിട്ടുപോകുന്നതിനെയൊക്കെ ഓർക്കാറുണ്ട്. എന്തിന് ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്നു? പക്ഷേ അബ്രഹാം ഒരിക്കലും ഓർത്തില്ല കേട്ടോ, ഒരിക്കലും ഓർത്തില്ല. ഒരിക്കലും വിട്ടുപോയതിനെ ഓർത്തില്ല, കളഞ്ഞതിനെ ഓർത്തില്ല. ഓർത്തെങ്കിൽ തിരിച്ചു പിടിക്കാൻ ഒത്തിരി ഉണ്ട്. കാരണം അത്രയ്ക്ക് റിച്ച് ഫാമിലിയിലാണ് അബ്രഹാം വന്നത്. അത്രയ്ക്ക് സാഹചര്യം എനിക്കുണ്ടായിരുന്നു. താൻ കൂടാരം മാറ്റി മാറ്റി അടിക്കുമ്പോഴും പരീക്ഷകളിൽ കടന്നു പോകുമ്പോഴും കൂടെ വന്ന ലോത്ത് പിരിഞ്ഞു മാറിപ്പോയപ്പോഴും അബ്രഹാം പറയതൊന്നും ഓർത്തില്ല. അബ്രഹാം വിശ്വാസ ജീവൻ മുന്നോട്ട് തിരിച്ചു. സഹോദരങ്ങളെ, യേശുവിന്റെ പുറകിലിറങ്ങി തിരിച്ചതിന്റെ കറോഫിൽ
അപമാനം സഹിക്കുന്നുണ്ടായിരിക്കാം, നിന്ദകളെ പരിഹാസങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, പഴയതിനെ ഓർക്കാതെ പിന്മാറ്റത്തിലേക്ക് പോകാതെ ഒരു ബെറ്റർ പ്ലേസിന് കണ്ണു നട്ട് ഇരിപ്പാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവനകത്തളങ്ങളിൽ ആനന്ദമുണ്ടാകുന്നേ. കർത്താവിൽ നിന്നൊരു കമന്റ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ, ഞാനിത് ഒരു പിക്ചർ കാണുന്നത് പോലെ കാണുകയാണ്. എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ 24 മണിക്കൂർ ഒന്ന് വീക്ഷിച്ചാൽ ഈ 7 കമന്റുകൾ എന്നെ കുറിച്ച് പറയുമോ? എൻ്റെ പൈതൽ അനുസരണമുള്ളവനാ, എൻ്റെ പൈതലിൻ്റെ കാത്തിരിപ്പ്, എൻ്റെ പൈതലിൻ്റെ ഏറ്റുപറച്ചിൽ, എൻ്റെ പൈതലിൻ്റെ വിശ്വാസം, അവൻ്റെ അന്വേഷണം. ഇന്ന് പകൽ കർത്താവ് നമ്മൾ നോക്കട്ടെ. കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട അപ്പച്ച, അങ്ങ് എൻ്റെ ദൈവമെന്ന് പറയാൻ, അങ്ങ് ലജ്ജ കൂടാതെ പറയാൻ ഉള്ളതായ ഒരു പ്രാഗൽഭ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിനകത്ത് ആനന്ദം. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്നെ പ്രാണവല്ലവൻ, എന്നെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എന്നെ പ്രാണവല്ലവൻ, എന്നെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, എന്നെ കണ്ടിടുന്നവേ നിന്റെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം നിന്നെ കാണുകയോ. നിന്നെ കണ്ടിടുന്നവേ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിതൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിതൻ കൂടെയുണ്ടല്ലോ. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കൂ, അവിടെ ദുഃഖമില്ല, ഭീതിയുമില്ല. നിന്നെ നിത്യനാണവൻ, നിന്നെ രാജാവാണവൻ, നിന്നെ പ്രിയനാണ് ഓർത്തുകൊള്ളുക. നിന്നെ നിത്യനാണവൻ, നിന്റെ രാജാവാണവൻ, നിന്റെ പ്രിയനാണ് ഓർത്തുകൊള്ളുക. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിതൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്റെ കൂട്ടായിതൻ കൂടെയുണ്ടല്ലോ. എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, നിന്നെ കണ്ടിടുന്നവേ എന്നെ മാറോടണയ്ക്കും, എന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവേ. എന്നെ കണ്ടിടുന്നവൻ, എന്നെ മാറോടണയ്ക്കും, എന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവേ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. ആമേൻ, ആമേൻ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്,
സന്തോഷമുണ്ടുള്ള ശമനാരകജാരകജല മൗഢലരകജല മൗഢ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്റെ പ്രാണമല്ലവൻ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കൂ അവിടെ ദുഃഖമില്ല ഭീതിയുമില്ല വിശ്വാസത്തോടെ പറഞ്ഞേ നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കൂ അവിടെ ദുഃഖമില്ല ഭീതിയുമില്ല നിന്റെ നിത്യനാണവൻ നിന്റെ രാജാവാണവൻ നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക നിന്റെ നിത്യനാണവൻ നിന്റെ രാജാവാണവൻ ഓർത്തുകൊള്ളുക നിന്റെ രാജാവാണവൻ നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക നിന്റെ നിത്യനാണവൻ നിന്റെ രാജാവാണവൻ നിന്റെ പ്രിയനാണെന്ന് ഓർത്തുകൊള്ളുക എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് സന്തോഷമുണ്ടുള്ള എനിക്കാനന്ദമുണ്ട് ആനന്ദമുണ്ട് മഹാസന്തോഷമുണ്ടുല്ലാസമുണ്ട് എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ നമ്മുടെ ആനന്ദം അവദേശത്തിൽ നോക്കിയാകട്ടെ നമ്മുടെ ആനന്ദം നമ്മുടെ അന്വേഷണം നമ്മുടെ പ്രയോറിറ്റി ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ പട്ടണത്തിന് വേണ്ടിയാകട്ടെ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്നെ വീണ്ടെടുത്തവൻ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ എന്റെ പ്രാണമല്ലവൻ എന്റെ പ്രാണമല്ലവൻ എന്റെ കൂട്ടായിവൻ കൂടെയുണ്ടല്ലോ അവരോധികം നല്ലതിന് നമ്മുടെ കരങ്ങളടിച്ചു കർത്താവിനെ ലഭിക്കാൻ കഴിയട്ടെ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അടുത്ത വാക്യം ഒരു റിവാർഡ് പറയുന്നു. അവൻ അവർക്കായി ഒരു പട്ടണം ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കമന്റ് നമുക്കിന്ന് പകൽ ലഭിക്കട്ടെ. ഞാൻ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് ലജ്ജയില്ല. അങ്ങനെയുള്ളവർക്കായി ഒരു പട്ടണം ദൈവം ഒരുക്കി വെക്കുന്നു. അങ്ങനെയുള്ളവർക്കായി He has prepared a city for them.
അവർക്ക് വേണ്ടി പട്ടണം ഒരുക്കുന്നു. ആ പട്ടണത്തിൽ നിത്യമായി വാഴുവാൻ എത്ര സന്തോഷം, എത്ര ആനന്ദം. ഇന്ന് പകൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച്, കർത്താവെ, അങ്ങയുടെ കണ്ണിൽ എന്നെ വീക്ഷിച്ചാൽ അങ്ങയുടെ ലജ്ജയില്ലാത്തൊരു ദാസനായി, അങ്ങക്ക് ലജ്ജയില്ലാത്ത ഒരു ദാസനായി അങ്ങ് ധൈര്യത്തോടെ എന്നെക്കുറിച്ചും പറയണം, കർത്താവേ, ഞാൻ അവളുടെ ദൈവമെന്ന്. അതിനായി എന്നെ സമർപ്പിക്കുന്നു. അങ്ങ് ഒരുക്കുന്ന ആ പട്ടണം എനിക്ക് സ്വന്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷങ്ങൾ പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം ദൈവം ആഗ്രഹിക്കുന്ന അനുസരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുമോ? ഒരു നിമിഷം ബാക്ക് സ്ലൈഡിൽ നിന്ന് മടങ്ങി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഒരു നിമിഷം ബെറ്റർ പ്ലേസിനെ കുറിച്ചുള്ള ആകാംക്ഷയും അന്വേഷണവും ഉണ്ടാകാൻ തീരുമാനമെടുക്കുന്നു. കർത്താവിനെ സമർപ്പിച്ചു കൊടുക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ കമന്റ് ചെയ്യപ്പെട്ട കമന്റ് ഞങ്ങളിലും ആകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ലജ്ജയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി സമർപ്പിക്കുന്നു. അങ്ങൊരുക്കുന്ന ആ വലിയ പട്ടണം ഞങ്ങൾ സ്വന്തമാക്കുവാൻ, അതിൽ സന്തോഷിപ്പാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, കടന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ വചനം അവരുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നതിനാൽ ഇന്ന് കർത്താവെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവെ ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിപ്പാൻ കർത്താവിൻ്റെ ഒരു കണ്ണ് ഞങ്ങളുടെ മേലുണ്ട്. കർത്താവ് വീക്ഷിക്കുമ്പോൾ ഞങ്ങൾ എന്തായിത്തീരണമെന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങൾ പ്രാവർത്തികത്തിലേക്ക് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദിവസം